ഡോക്ടർ സമ്പത്ത്, ഇപ്പോൾ ഈ കൃഷ്ണദാസ് പറഞ്ഞതും സേനാപതി വേണു പറഞ്ഞതും അടക്കമുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണെന്ന് രാജ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു പ്രകടന പത്രികയുമായി BJP എത്തിയിരിക്കുകയാണ്. അതിൽ വളരെ കൃത്യമായി പറയുന്നത് ഹിന്ദുത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ചില നിലപാടുകൾ അത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. രാജ്യത്തിൻ്റെ പുരോഗതിക്കായ വികസനത്തിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അതിനകത്തുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. സ്വാഭാവികമായും നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ രണ്ട് കാലഘട്ടങ്ങളിൽ 2014 മുതൽ 2019 വരെയും 2019 മുതൽ 24 വരെയുമുള്ള മോദി സർക്കാർ ജനങ്ങളോട് പറഞ്ഞതെന്താണ്, നടപ്പിലാക്കിയത് എന്താണ്, ഇനിയും അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യത്തിൽ തന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ പ്രകടന പത്രിക മോദിയുടെ ഗ്യാരണ്ടി എത്രത്തോളം വിശ്വസനീയമാണ് സമ്പത്ത്? നമ്മൾ ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി എന്ന് അവകാശപ്പെടുന്നതായ ഒരു രാഷ്ട്രീയ കക്ഷി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, ദേശീയ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെന്ന മുദ്ര കുത്തിയാലും എനിക്ക് ആ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി എന്നുള്ളൊരു പദപ്രയോഗത്തിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഈ ദ സോ കോൾഡ് നാഷണൽ മീഡിയ ആൻഡ് ദ വെർണാക്കുലർ മീഡിയ എന്നൊക്കെ പറയുമല്ലോ, അത് തന്നെ ശരിയായ ഒരു ക്രമമല്ല. ഇവിടെ ഈ 2014 നമ്മുടെ ഇപ്പോഴത്തെ NDA ഗവൺമെൻറ് BJPയുടെ നേതൃത്വത്തിലുള്ളതും ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്ന ആ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി അങ്ങനെ വന്നത്. അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അത് പറയുന്നതിന് മുമ്പൊരു കാര്യം ആദരണീയനായ ശ്രീധരൻപിള്ള സാർ തന്നെ പറയുകയുണ്ടായി, പരസ്യമായി അദ്ദേഹം, നിങ്ങൾ വാർത്താലേഖകരും നാട്ടുകാരും ലോകരും എല്ലാം കണ്ടതാണ്, അദ്ദേഹം പറയുകയുണ്ടായി, ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കാനുള്ളതാണോ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം. ആ വിധത്തിൽ അതിലൊരു പരിഹാസവും വ്യംഗ്യമായ അർത്ഥവുമെല്ലാം ഉണ്ടായിരുന്നു. വളരെ സീനിയറായ അഭിഭാഷകനാണ്, എൻ്റെയും ശ്രീ കൃഷ്ണദാസിനേക്കാളും ഒക്കെ വളരെ സീനിയറായ ഒരു അഭിഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ ഞാൻ ഈ പറയുന്നത്, അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി താൻ പ്രധാനമന്ത്രി കസേരയിലേക്കുള്ള അത്തരത്തിലുള്ള ഒരു തേരോട്ടം വിത്തിൻ ഇൻവെർട്ടഡ് കോമാസ്, അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഞാൻ അധികാരത്തിൽ വന്നാൽ എല്ലാ ഇന്ത്യക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 15 ലക്ഷം രൂപ അത്തരത്തിൽ എത്തിക്കും എന്നാണ്. അങ്ങനെ ഞാൻ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ 5 കൊല്ലം കൊണ്ടെത്തിച്ചോ, അതല്ല അടുത്ത 5 കൊല്ലം കൊണ്ടെത്തിച്ചോ, 10 കൊല്ലം കൊണ്ടെത്തിച്ചോ, 15 ലക്ഷം രൂപ അങ്ങനെ എല്ലാ ഇന്ത്യക്കാരുടെയും അക്കൗണ്ടുകളിലേക്ക്, ശരി പോട്ടെ, എല്ലാ കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക്, ശരി പോട്ടെ, എല്ലാ കുടുംബാംഗങ്ങളുടെയും പറഞ്ഞാൽ എല്ലാ കുടുംബത്തിലേക്കും എത്തിച്ചില്ല, എല്ലാ ഇന്ത്യക്കാർക്കും എത്തിച്ചില്ല, എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെ ഒരു കുടുംബത്തിൽ അത്തരത്തിൽ ഒരു അക്കൗണ്ടിലേക്ക് എത്തിച്ചില്ല, അതിൻ്റെ 10-1 പോലും എത്തിക്കാനായി കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതെല്ലാം പറയുമ്പോൾ ഈ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച്, സർക്കാർ എന്നതും പാർട്ടി എന്നതും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച്, പഴയൊരു ഫ്രഞ്ച് ചക്രവർത്തി പറഞ്ഞത് ഓർമ്മയില്ല, ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞതുപോലെ, ആഫ്റ്റർ മീ ദ ഡെലൂജ്, ഞാനാണ് രാഷ്ട്രം, എനിക്ക് ശേഷം പ്രളയം. ഫ്രഞ്ച് ചക്രവർത്തിമാരുടെ ആ കോട്ട് ഞാൻ ഉദ്ധരിച്ചതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഈ നോട്ട് നിരോധന വേളയിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 50 ദിവസങ്ങൾ നൽകുക, 50 ദിവസങ്ങൾ. ആ 50 ദിവസങ്ങൾ നൽകുമ്പോൾ അതിനിടയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ എന്നെ നിങ്ങൾ പച്ചയ്ക്ക് കത്തിച്ചോളുക, അദ്ദേഹം പറഞ്ഞത്. വധശിക്ഷയ്ക്കെല്ലാം എതിരാണ്, CPIM എതിരാണ്, ഒരു അഭിഭാഷകനും പൊതുപ്രവർത്തകനും എന്നുള്ള നിലയിൽ ഞാനെതിരാണ്. ഇവിടെ നമ്മളെല്ലാവരും അത്തരത്തിലെതിരായിരിക്കും, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കാണ്, വാക്കിന് വിലയുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കുന്നില്ല. മഹാഭാരത യുദ്ധം 18 ദിവസമാണ് നടന്നത്, എനിക്ക് 21 ദിവസം നൽകൂ. ഈ കൊറോണ മഹാമാരി കാലത്താണ് അദ്ദേഹം പറഞ്ഞത്, പാത്രം കൊട്ടി കൊറോണയെ ഓടിക്കാമെന്നുള്ളതായിരുന്നു. അല്ല, ഈ കൊറോണയ്ക്ക് വാക്സിനേഷൻ നടത്തിയല്ലോ, ആ വാക്സിനേഷൻ നടത്തിയപ്പോഴത്തേക്ക് അല്പത്തരത്തിൻ്റെ പ്രതിബിംബമായി മാറുന്നത് എങ്ങനെയാണ്? നമ്മുടെ എല്ലാം കുട്ടികളുടേതായ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ആ കുട്ടികളുടെ പടമാണ്. ഇവിടെ നമ്മുടെ എല്ലാം റേഷൻ കാർഡിൽ വീട്ടിലെ ഗൃഹനായികയുടെ ചിത്രമാണ്. നമ്മുടെ എല്ലാം ചിത്രമാണ്. നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രൽ റോളിൽ അത്തരത്തിൽ നമ്മുടെ എല്ലാം പ്രവർത്തകർ അത്തരത്തിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ആളെ കൃത്യമായി തിരിച്ചറിയുന്നതും അവർക്ക് സ്ലിപ്പ് കൊടുക്കുന്നതുമെല്ലാം നമ്മുടെ ചിത്രമാണ്. ലോകത്തിലെ ഒരു രാഷ്ട്രത്തിൽ മാത്രം അവിടുത്തെ പൗരന്മാർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യർക്ക് അത്തരത്തിൽ കൊറോണ വാക്സിനേഷൻ നടത്തുമ്പോൾ അവരുടെ ചിത്രമേ അല്ല, അവരുമായി ഒരു ബന്ധവും ഇല്ല. അത് പ്രധാനമന്ത്രി ആകട്ടെ, പ്രസിഡൻ്റ് ആകട്ടെ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകട്ടെ, ആരുമാകട്ടെ, അവിടെ ഇത്തരത്തിൽ ഒരു മനുഷ്യൻ്റെ ചിത്രം അവിടെ വരേണ്ടത്. ആരുടെ ചിത്രം? എന്നെ വാക്സിനേഷൻ നടത്തിയാൽ എൻ്റെ സർട്ടിഫിക്കറ്റാണ്, അങ്ങനെ ഞാൻ സൂക്ഷിക്കണമെങ്കിൽ എൻ്റെ ചിത്രമാണ്, അല്ലാതെ എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ചിത്രം പോലും അല്ല അതിലുണ്ടാവേണ്ടത്. ഇവിടെ ഇത് കാട്ടിയ BJP, ഇവിടെ അതിൻ്റെ നേതാവ് പറഞ്ഞത്, പ്രധാനമന്ത്രി പറഞ്ഞത്, അവർക്ക് നിങ്ങൾ 60 വർഷങ്ങൾ നൽകി,
ആർക്കായി 60? അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ അഡ്വക്കേറ്റ് സേനാപതി വേണു ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്നുള്ള നിലയിൽ മാത്രമൊന്നുമല്ല. ഈ 60 വർഷം എന്ന് പറഞ്ഞതിൽ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നിട്ടുണ്ട്, ചരൺ സിംഗ് അത്തരത്തിൽ പ്രധാനമന്ത്രിയായിരുന്നു, VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്നു, ദേവഗൗഡ പ്രധാനമന്ത്രിയായിരുന്നു, ഗുജറാൾ പ്രധാനമന്ത്രിയായിരുന്നു, പിന്നീട് PV നരസിംഹറാവു പ്രധാനമന്ത്രിയായി, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി, ഇടയ്ക്ക് വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു. ഒരു തവണ 13 ദിവസം, പിന്നൊരിക്കൽ 13 മാസം, പിന്നീട് 5 കൊല്ലക്കാലം. അവർക്ക് എന്ന് വെച്ചാൽ എനിക്കല്ല, അവർക്ക്, അതാണ് അവിടെ വരുന്നത്. 60 വർഷങ്ങൾ നൽകി. എനിക്ക് നിങ്ങൾ 60 മാസങ്ങൾ നൽകൂ. 2014 തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത് പറഞ്ഞത്. ഞാൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് എങ്ങനെ? 2022 ആകുമ്പോഴേക്കും, അതായത് 5 വർഷത്തിനുള്ളിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 2017 പാർലമെൻറ്റിലും അദ്ദേഹം ഇത് പറഞ്ഞു. തീരുന്നില്ല. ഇവിടെ ഈ വാഗ്ദാനങ്ങളെല്ലാം നൽകുമ്പോൾ ഈ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് നിറവേറ്റാനായുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. സ്വാമിനാഥൻ കമ്മീഷൻ, ഡോക്ടർ സ്വാമിനാഥനെ നമ്മൾ അംഗീകരിക്കുന്നത്, ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ഈ നാട്ടിൽ, ഈ രാജ്യത്തെ ഈ പട്ടിണി മാറ്റുന്നതിന് ഭക്ഷ്യധാന്യമാണ് വേണ്ടത്. അതിന് ഹരിത വിപ്ലവമാണ് വേണ്ടത്. ആ ഹരിത വിപ്ലവത്തിന് പണ്ഡിറ്റ് നെഹ്റു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ വികസന ക്ഷേത്രങ്ങളാണ് എന്താ ഈ വലിയ അണക്കെട്ടുകൾ, ഹീരാക്കുഡ്, ഭക്രാനങ്കൽ, അങ്ങനെ നിരവധി അണക്കെട്ടുകൾ. ഇതെല്ലാം നമ്മുടെ വൈദ്യുതോൽപാദനത്തിൽ, അത്തരം കാര്യങ്ങളിലെല്ലാം വ്യാവസായിക വിപ്ലവത്തിന് അതെല്ലാം അനിവാര്യമാണ്. ഞാൻ കൂടുതൽ ദീർഘമായി കിടക്കുകയല്ല. എനിക്ക് മുമ്പ് ശൂന്യതയും എനിക്ക് ശേഷം പ്രളയവും എന്നുള്ള നിലയിലാണോ ഇവിടെ കാര്യങ്ങൾ നോക്കുക? ഇപ്പോൾ പ്രധാനമന്ത്രിയുടേതായ പ്രഖ്യാപനങ്ങളിലും ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപനങ്ങളിലും കുറേ പേര് മാറ്റിയ പദ്ധതികളുണ്ട്. പേര് മാറ്റിയ പദ്ധതികളാണ്. പഴയ ICDS അല്ല ഇപ്പോഴത്തെ അതിൻ്റെ പേര്. നമ്മുടെ പഴയ ഈ കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സ്കീമിൻ്റെ പേരങ്ങ് മാറ്റി. സാധനത്തിൻ്റെ പേരുകളൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. അത് തന്നെയാണ് ശ്രീ സമ്പത്ത്. ഈ പേരുകൾ ഇവർക്കൊരു പ്രശ്നമാണ്. പേരുകൾ മാറ്റിയാണ് അവർ ഈ വലിയ വികസന പരിപാടികൾ കൊണ്ടുവരികയും ചെയ്തത്.